നമസ്കാരം. പണത്തിനോട് ആർത്തിമൂത്തിട്ടാണ് കെ.വി. തോമസ് അധ്യാപക ജീവിതം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്. ആദ്യം കോൺഗ്രസ് നേതാവായി അതിലെല്ലാ പ്രധാന പദവികളും വഹിച്ചതിനു ശേഷമാണ് നിലവിൽ ഇടതുപക്ഷത്തേക്ക് എത്തിയത്. നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യങ്ങൾ കേരളവുമായി ബന്ധപ്പെടുത്താൻ വേണ്ടിയാണ് കെ.വി. തോമസിനെ പിണറായി സർക്കാർ നിയമിച്ചത്. എന്നാൽ ഖജനാവിൽ നിന്ന് കോടികൾ കൊടുത്ത പ്രൊഫസർ കെ.വി. തോമസിനെ ഡൽഹിയിൽ തീറ്റിപ്പോറ്റുന്നത് എന്തിനാണ് എന്ന് സർക്കാരിനോട് മലയാളികൾ ഒന്നടക്കം ചോദിക്കുകയാണ്. ന്യായമായ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാനില്ലാതെ വലയുകയാണ് സർക്കാർ. കേരളത്തിന് ആവശ്യമായ കാര്യങ്ങൾ കേന്ദ്രത്തോട് പറഞ്ഞാൽ മാത്രമേ കേന്ദ്രത്തിന് ഫണ്ട് അനുവദിക്കാൻ അതിനുവേണ്ട നീക്കങ്ങൾ നടത്താൻ കഴിയുകയുള്ളൂ. ഇന്നലെ കെ.വി. തോമസ് ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടാകുന്നില്ല. വയനാട്ടിൽ ദുരന്തം പ്രധാനമന്ത്രി നേരിട്ടെത്തി കണ്ട് ബോധ്യപ്പെട്ടതാണെങ്കിലും കേരളം ആവശ്യപ്പെട്ട 2000 കോടിയുടെ പാക്കേജ് അനുവദിപ്പിക്കാൻ തോമസിന് ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടില്ല. ചുമതലയേറ്റ് 2 വർഷമായിട്ടും കേരളത്തിന് ഒരു ഗുണവും ഉണ്ടാക്കാൻ തോമസിന് കഴിഞ്ഞില്ല. കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് അടിക്കടി വിമാനയാത്രയും ഇന്ത്യ ടൂറും അല്ലാതെ ഒന്നും നടക്കുന്നില്ല എന്നതാണ് വാസ്തവം. CPM നടത്തിയ എല്ലാ അഴിമതികളും തോമസിന് അറിയാവുന്നത് കൊണ്ടാണ് കെ.വി. തോമസിന് പിണറായി വിജയന്റെ ഇത്രയേറെ കരുതലും സ്നേഹവും. ഡൽഹിയിൽ കേരള ഹൗസും അവിടെ റെസിഡന്റ് കമ്മീഷണറായും അഡീഷണൽ റെസിഡന്റ് കമ്മീഷണറായും 2 IAS അവിടെ. കൂടാതെ പബ്ലിക് റിലേഷൻ വകുപ്പിൻ്റെതടക്കം ഉന്നത ഉദ്യോഗസ്ഥരുമുണ്ട്. പിന്നെ എന്തിനാണ് പ്രത്യേക പ്രതിനിധി എന്ന പേരിൽ ഒരു ലേബലിൽ കേരള ഒരു രാഷ്ട്രീയ നിയമനം എന്ന ചോദ്യം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊരിവെയിലത്ത് കൊടും തണുപ്പിലും സമരം ചെയ്യുന്ന പാവപ്പെട്ട ആശാവർക്കർമാരുടെ ന്യായമായ ആനുകൂല്യങ്ങൾ അവഗണിച്ചാണ് തോമസിന് വീണ്ടും ഖജനാവിൽ നിന്നും വാരിക്കോരി നൽകുന്നത്. ഡൽഹിയിൽ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസിന്റെ വാർഷിക യാത്രാബന്ധ 5 നിന്നും 11.31 ലക്ഷമായാണ് ഉയർത്തിയത്. ഇതോടെ തോമസിന് യഥേഷ്ടം വിമാനയാത്ര നടത്താം. കെ.വി. തോമസിന്റെ വാർഷിക യാത്രാബന്ധയ്ക്കാണ് 2025-26 ബഡ്ജറ്റിൽ വകയിരുത്തിയ 5 ലക്ഷം രൂപയാണ് 11.31 ലക്ഷമാക്കി കൂട്ടുന്നത്. യാത്രാബന്ധയ്ക്ക് 6.31 ലക്ഷം അധികം ചെലവാക്കുന്നുണ്ടെന്നാണ് കാട്ടുന്നത്. തോമസിന് 1 ലക്ഷം രൂപ ഓണച്ചേറിയം നൽകുന്നതിന് പുറമെയാണ് ഇത്രയും തുക യാത്രാപ്പടിയായി സർക്കാർ നൽകുന്നത്. വിമാനയാത്ര നിരക്ക് കുറവുള്ള ക്ലാസുകളിൽ മതിയെന്നാണ് തോമസ് ആദ്യം പറഞ്ഞെങ്കിലും അത് കാര്യമായി ഒന്നും നടക്കുന്നില്ല. 2023 ജനുവരിയിലാണ് ക്യാബിനറ്റ് റാങ്കിൽ തോമസിനെ നിയമിച്ചത്. ഓണച്ചേറിയം യാത്രാബന്ധ അടക്കം 2024 വരെ തോമസിന് നൽകിയത് 57.41 ലക്ഷം രൂപയാണ്. ഡൽഹിയിൽ ക്യാബിനറ്റ് റാങ്കോടെ വിലസുന്ന കെ.വി. തോമസിന് ശമ്പളം വേണ്ട എന്ന് വെച്ച് ഓണച്ചേറിയം മതിയെന്ന് ഉദാര മനസ്കത കാട്ടിയിരുന്നു. പിന്നീടാണ് ഈ വാഗ്ദാനത്തിന് പിന്നിലെ ഗുഡൻസ് എന്താണെന്ന് പുറത്തായത്. കെ.വി. തോമസിന് ഓണച്ചേറിയമായി പ്രതിമാസം നൽകുന്നത് 1 ലക്ഷം രൂപയാണ്. ഇത് കൂടാതെ ടെലിഫോൺ ചാർജ്, വാഹനം, യാത്രാബന്ധ എന്നീ ആനുകൂല്യങ്ങളും അനുവദിച്ചിട്ടുണ്ട്. കെ.വി. തോമസിനൊപ്പം 4 ജീവനക്കാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടുമുണ്ട്. കേന്ദ്ര സർക്കാരുമായി സൗഹൃദം സ്ഥാപിക്കാനും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനുമാണ് തോമസിന്റെ നിയമനം. ഇതൊന്നും കാര്യമായി നടക്കുന്നില്ല എന്നതാണ് ചുരുക്കി പറഞ്ഞ വാസ്തവം. തനിക്ക് ശമ്പളം വേണ്ടെന്നും 1 ലക്ഷം രൂപ ഓണച്ചേറിയം മതിയെന്നുമാണ് തോമസിന്റെ വാഗ്ദാനം. ശമ്പളത്തിന് പകരം ഓണച്ചേറിയം നൽകുമ്പോൾ പെൻഷനും അതോടൊപ്പം തന്നെ ഓണച്ചേറിയം ഒന്നിച്ചു വാങ്ങാൻ അർഹത ഉണ്ടാകും. ഏതെങ്കിലും പെൻഷൻ വാങ്ങുന്നയാളിന് സർക്കാരിൽ പുനർനിയമനം ലഭിച്ചാൽ അദ്ദേഹത്തിന്റെ മാസ ശമ്പളത്തിൽ നിന്നും പെൻഷൻ തുക കുറയ്ക്കണമെന്നാണ് ചട്ടം. ബാക്കി തുക ശമ്പളമായി ലഭിക്കും. ഓണച്ചേറിയത്തിന് ഇത് തടസ്സമാകില്ല. അതായത് കെ.വി. തോമസ് MP പെൻഷൻ അതേപടി വാങ്ങാനുള്ള അടവായിരുന്നു തോമസിൻ്റെത്. ശമ്പളത്തിന് ആദായ നികുതി നൽകണം. ഓണച്ചേറിയത്തിന് ആദായ നികുതി നൽകുകയും വേണ്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസുമായി ഇടഞ്ഞ് CPM-നൊപ്പം കൂടിയ തോമസിന് 2023 ജനുവരി 18 ഡൽഹിയിലെ കേരളത്തിൽ പ്രത്യേക പ്രതിനിധി സ്ഥാനം സംസ്ഥാന സർക്കാർ നൽകിയത്. കോൺഗ്രസ് വിലക്ക് ലംഘിച്ച് കണ്ണൂരിൽ CPM-ന്റെ പാർട്ടി സെമിനാറിൽ പങ്കെടുത്തതോടെയാണ് പാർട്ടിയുമായി അകലുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF കൺവെൻഷനിൽ പങ്കെടുത്തതോടെ കോൺഗ്രസിൽ നിന്നും പുറത്താകുകയും ചെയ്തു. 22 വർഷക്കാലം പാർലമെന്റ് മെമ്പറായി പ്രവർത്തിച്ച കെ.വി. തോമസിന്
59,000 രൂപയാണ് MP പെൻഷൻ. ഇതിന് പുറമെ 30 വർഷത്തോളം കോളേജ് പ്രൊഫസറായി പ്രവർത്തിച്ചതിന്റെ പെൻഷൻ വേറെയും. ശരാശരി 30 വർഷം അധ്യാപന കാലയളവുള്ള ഒരു കോളേജ് പ്രൊഫസർക്ക് 83,000 രൂപ വരെ പെൻഷനായി ലഭിക്കാൻ അർഹതയുണ്ടെന്നാണ് കണക്ക്. ഇതും KV തോമസിന് കിട്ടും. പണത്തിനോട് മാത്രം സ്നേഹമുള്ള ഒരു കതറിട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയാകണമെന്ന് KV തോമസിനെ കണ്ടു പഠിച്ചാൽ മതി. അതായത് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം രാഷ്ട്രീയത്തിലേക്ക് കതറുമിട്ട് ഇറങ്ങിയ ഒരു വ്യക്തി. ഒരു പണിയുമില്ലാതെ കേരള ഹൗസിൽ AC റൂമിലിരുന്ന് ലക്ഷങ്ങൾ അമ്മാനമാടുന്ന ഒരു രാഷ്ട്രീയ പ്രമുഖൻ. ന്യൂസ് ഡെസ്ക് തത്തമയി ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. Iron Build, Gujarat.